+1 സുവോളജിയുടെ രണ്ടാമത്തെ പടത്തിലെ രണ്ടാം ഭാഗത്തിലേക്ക് ഇവർക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ജീവികളെ എങ്ങനെയൊക്കെ തരംതിരിക്കാം, അതിൻ്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അനുസരിച്ചും സിമട്രി അനുസരിച്ചും എംബ്രിയോണിക് ലെയേഴ്സിൻ്റെ ബേസിസിലും അതേ കണക്ക് തന്നെ സെഗ്മെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ ജീവികളെ തരംതിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം ഡിസ്കസ് ചെയ്ത് നിർത്തിയത് നോൺ കോഡേറ്റ്സ് 10 എണ്ണമുണ്ട്. ആ നോൺ കോഡേറ്റ്സ് 10 എണ്ണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിച്ചത്. അന്നേരം ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 5ഓളം നോൺ കോഡേറ്റ്സുകളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ട നോൺ കോഡേറ്റ്സിലെ 10 വിഭാഗക്കാരുണ്ടായിരുന്നു. ആ 10 വിഭാഗങ്ങളുടെ പേരുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് പോറിഫെറ, രണ്ടാമത്തേത് സിരിലൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ എന്ന് വിളിക്കും, മൂന്നാമത്തേത് ടീനോഫോറ, നാലാമത്തേത് പ്ലാറ്റിഹെൽമിന്തസ്, അഞ്ചാമത്തേത് അഷെൽമിന്തസ്, ആറാമത്തേത് അനലിഡ, ഏഴാമത്തേത് ആർത്തോപോഡ, എട്ടാമത്തേത് മൊളസ്ക, ഒമ്പതാമത്തേത് എക്കനോഡമേറ്റ, പത്താമത്തേത് ഹെമികോഡേറ്റ. ഇങ്ങനെ 10 നോൺ കോഡേറ്റ്സുകളാണ് ഉള്ളത്. ഇവിടെ 10 ഫൈലത്തിൻ്റെയും കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഹാബിറ്റാറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യും, അത് ഏത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് ചർച്ച ചെയ്യും, അതിൻ്റെ സിമട്രി എന്താണെന്ന് ചർച്ച ചെയ്യും, അത് ഡിപ്ലോബ്ലാസ്റ്റിക് ആണോ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ എന്നോ ചർച്ച ചെയ്യും. അങ്ങനെ കുറച്ച് ആ ഫൈലത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ടായിരിക്കും, ആ പ്രത്യേകതകളെക്കുറിച്ച് ചർച്ച ചെയ്യും. പിന്നീട് എന്തു ചെയ്യും, അതിൻ്റെ എക്സാമ്പിൾസും കൂടി അറിഞ്ഞിരിക്കും. അന്നേരം ഇത്രയുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോണത്. ഓരോ ഫൈലത്തിനെയും എടുത്ത് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോണത്. അന്നേരം ഒന്നാമത്തെ ഫൈലമായിട്ടുള്ള പോറിഫെറയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. ഒന്നാമത്തെ ഫൈലമായിട്ടുള്ള പോറിഫെറയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. അന്നേരം പോറിഫെറയെ പൊതുവെ വിളിക്കുന്ന പേരെന്നെ സ്പോഞ്ചസ് എന്നാണ് വിളിക്കുന്നത്. പോറിഫെറയെ സ്പോഞ്ചസ് എന്നാണ് വിളിക്കുന്നത്. പോറിഫെറയെ വിളിക്കുന്നത് സ്പോഞ്ചസ് എന്നാണ് വിളിക്കുന്നത്. ഹാബിറ്റാറ്റാണ് നമ്മൾ പഠിക്കാനുള്ളത്. അത് എവിടെ താമസിക്കുന്നു എന്നാണ് അർത്ഥം. പിന്നെ ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ മറൈൻ ഹാബിറ്റാറ്റാണ്. മറൈൻ ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കടലിൽ കാണപ്പെടുന്നു എന്നാണ് അർത്ഥം. അന്നേരം കടൽ ജീവിയാണ് ഇത് എന്ന് മനസ്സിലാക്കാം. അന്നേരം 2 പോയിൻറ്റുകളാണ് പറയുന്നത്. പോറിഫെറയെ കോമൺലി നോൺ ആസ് സ്പോഞ്ചസ് എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് ഇതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് എവിടെ കാണപ്പെടുന്നതാണ്, കടലിൽ കാണപ്പെടുന്നതാണ്. അതുകൊണ്ട് മറൈൻ ഹാബിറ്റാറ്റ് എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലേ? 2 കാര്യങ്ങൾ ക്ലിയർ ആയല്ലേ? ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ്, ഇത് ഏത് ലെവൽ ഓഫ് ഓർഗനൈസേഷന് വരുന്നതാണ്. അന്നേരം പോറിഫെറ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷന് വരുന്ന ജീവിയാണ്. ഏത് ലെവലിൽ വരുന്നതാണ്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷന് വരുന്നതാണ് പോറിഫെറ. അതിൻ്റെ ശരീരത്തിൽ സെല്ല് മാത്രമേ കാണുകയുള്ളൂ. ഇനി അടുത്ത കാര്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയാണ്, എന്താണ് സിമട്രി. ഇവിടുത്തെ സിമട്രി എന്താണ്? ഇതിനെ ഡിവൈഡ് ചെയ്താലൊന്നും കറക്റ്റായിട്ടുള്ള സിമട്രി കിട്ടത്തില്ല. അന്നേരം നമ്മൾ എന്തെന്ന് വിളിക്കും? സിമട്രി. അന്നേരം ഇപ്പോൾ 4 പോയിൻ്റാണ് പോറിഫെറയെക്കുറിച്ച് പറഞ്ഞത്. കോമൺലി നോൺ ആസ് സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞത് അത് മറൈൻ ഹാബിറ്റാറ്റാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് എന്താണ്, അത് എസിമെട്രിക്കലായിട്ടുള്ള ഓർഗാനിസംസ് ആണ്. നാലാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞത് സെല്ലുലാറാണ്. ജീവി സെല്ലുലാർ തരത്തിലുള്ള ജീവിയാണ്. അതുകൊണ്ട് നമ്മളെ കണക്ക് വലിയ സിസ്റ്റങ്ങളൊന്നും കാണത്തില്ല. ഇവിടെ ഒരു സിസ്റ്റം കാണപ്പെടും. ആ സിസ്റ്റത്തിനെ വാട്ടർ കനാൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. പോറിഫെറയെ കാണപ്പെടുന്ന സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ കനാൽ സിസ്റ്റം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, ഏത് സിസ്റ്റമാണ് വാട്ടർ കനാൽ സിസ്റ്റം കാണപ്പെടുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോറിഫെറ എന്ന് ഉത്തരം എഴുതണം. അന്നേരം എന്താണ് വാട്ടർ കനാൽ സിസ്റ്റം? നേരത്തെ പറഞ്ഞായിരുന്നു പോറിഫെറ എന്ന് പറയുന്ന പോർ ബെയറിങ് ആനിമൽസ് ആണെന്ന് പറഞ്ഞു. അന്നേരം വെള്ളം അകത്തേക്ക് കയറുന്ന ചെറിയ പോറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയ. അതായത് പോറിഫെറയുടെ ശരീരത്തിലേക്ക് വെള്ളം അകത്തേക്ക് കയറുന്ന പോറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയ എന്ന് വിളിക്കും. ഈ ഓസ്റ്റിയയിലൂടെ കയറുന്ന വെള്ളം ഒരു സെൻട്രൽ ക്യാവിറ്റിയിലേക്കാണ് കയറുന്നത്. ആ ക്യാവിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേര് സ്പോഞ്ചിയോസീൽ. സ്പോഞ്ചസ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് അവിടെ കാണപ്പെടുന്ന ക്യാവിറ്റിക്ക് നമ്മൾ വിളിക്കുന്ന പേര് സ്പോഞ്ചിയോസീൽ. അന്നേരം ഓസ്റ്റിയയിലൂടെ കടന്ന വെള്ളം എവിടെത്തി?
ക്യാവിറ്റിയിലേക്ക് എത്തി. ആ ക്യാവിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്പോഞ്ചിയോസീൽ. ആ സെൻട്രൽ ക്യാവിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചിയോസീൽ. സ്പോഞ്ചിയോസീലിലെത്തിയ ഈ വെള്ളം അവിടെ നിന്ന് പുറത്തേക്ക് പോകും. ആ പുറത്തേക്ക് പോകുന്ന ഏത് പോറിലൂടെയാണെന്ന് ചോദിക്കും. ഓസ്കുലം. അന്നേരം കയറുന്ന പോറിനെ ഓസ്റ്റിയ എന്നും വെള്ളം എൻ്റർ ചെയ്യുന്ന പോറിനെ ഓസ്റ്റിയ എന്നും വെള്ളം എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് പോണത്, അതായത് പോറിഫറയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോണ പോറിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഓസ്കുലം എന്നും വിളിക്കുന്നു. അവിടെ നടക്കുകയാണെന്ന് സെൻട്രൽ ക്യാവിറ്റി നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സ്പോഞ്ചിയോസീൽ എന്നും വിളിക്കുന്നു. അന്നേരം ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടല്ലോ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇങ്ങനെ വെള്ളം ഓസ്റ്റിയയിലൂടെ കയറി സ്പോഞ്ചിയോസീലിലെത്തി ഓസ്കുലത്തിലേക്ക് പുറത്തേക്ക് പോണതുകൊണ്ട്, ഇങ്ങനെ ഒരു കനാൽ സിസ്റ്റത്തിലോട്ട് പോണതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറയാനുള്ള കാരണം. ഇനി വെള്ളം ഇതിനകത്തോട് കയറി പുറത്തേക്ക് പോകുമ്പോൾ ഏതൊക്കെ പ്രവർത്തനം നടക്കുന്നുണ്ട്? അന്നേരം ആ വെള്ളത്തിലൂടെ കയറുന്ന വെള്ളത്തിലൂടെയുള്ള ഓക്സിജനായിരിക്കും ഇത് ശ്വസിക്കുന്നത്. അന്നേരം റെസ്പിറേഷൻ നടക്കും. ആ വെള്ളത്തിലൂടെയുള്ള ഫുഡായിരിക്കും ഇതിന് കിട്ടുന്നത്. അന്നേരം ഫുഡ് ഗ്യാതറിങ് നടക്കും. ഇനി എന്ത് ചെയ്യുന്നു? ആ വെള്ളത്തിലൂടെ തന്നെ ആയിരിക്കും പോറിഫറയുടെ ശരീരത്തിലുള്ള വേസ്റ്റുകൾ പുറത്തേക്ക് കളയുന്നതും. അന്നേരം റിമൂവൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. അന്നേരം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ വെള്ളത്തിലൂടെ നടന്നത്? ഫുഡ് ഗ്യാതറിങ് നടന്നു, റെസ്പിറേഷൻ നടന്നു, റിമൂവൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസും നടന്നു. അന്നേരം ഇതാണ് പോറിഫറയിലെ സെൻട്രൽ ക്യാവിറ്റിയെ നമ്മൾ നേരത്തെ സ്പോഞ്ചിയോസീൽ എന്ന് പഠിച്ചിരുന്നു. ആ സ്പോഞ്ചിയോസീലിനകത്ത് ലൈൻ ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോളർ സെൽസ് ഓർ കൊയാനോസൈറ്റ്. കോളർ സെൽസ്, COLLAR സെൽസ്, CELLS കോളർ സെൽസ് എന്നാണ് വിളിക്കുന്നത്. അന്നേരം എന്താണ് വിളിക്കുന്നത്? കോളർ സെൽസ് അഥവാ കൊയാനോസൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അന്നേരം കാര്യം മനസ്സിലായല്ലേ? സ്പോഞ്ചിയോസീലിനകത്ത് ലൈൻ ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോളർ സെൽസ് അഥവാ കൊയാനോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ബോഡിയൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? എല്ലുകൾ കൊണ്ട് അല്ലെങ്കിൽ ബോൺസ് കൊണ്ടാണെന്നൊക്കെ നമുക്ക് അറിയാം. അതേ കണക്ക് തന്നെ ഈ സ്പോഞ്ചസിൻ്റെ ബോഡിയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്കെലിറ്റനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചിയൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ സ്പോഞ്ചിയൻ സ്പിക്യൂൾസ്. അത് താഴ്ന്നതരം ജീവിയല്ലേ, അന്നേരം ഫൈബർ പോലുള്ള സാധനമാണ് എന്ത് ചെയ്യുന്നത്? അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അന്നേരം അതിൻ്റെ പേരും കൂടി ചേർത്തങ്ങ് പറഞ്ഞാൽ മതി, സ്പോഞ്ചിയൻ ഫൈബേഴ്സ്. അന്നേരം ആർക്കും മറന്നു പോകത്തില്ല. അത് സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടുണ്ടായിരുന്നു? സ്പോഞ്ചിയൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ സ്പിക്യൂൾസ് ഓർ സ്പിക്യൂൾസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ സ്പോഞ്ചിയൻ ഫൈബേഴ്സ് എന്ന് പഠിച്ചാലും മതി. ഇനി ഇതിൻ്റെ റീപ്രൊഡക്ഷൻ മെത്തേഡ്സാണ് പഠിക്കുന്നത്. 2 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ മെത്തേഡ്സും ഇവിടെ നടത്തുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷനും നടത്തുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും നടത്തുന്നുണ്ട്. അന്നേരം പോറിഫറ എസെക്ഷൽ മോഡിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രാഗ്മെൻറ്റേഷനിലൂടെയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറും. ആ ഫ്രാഗ്മെൻറ്റ്സിൽ നിന്ന് പുതിയ വലിയ ജീവി ഉണ്ടാകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാഗ്മെൻറ്റേഷൻ. അന്നേരം എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഗ്യാമേറ്റ് ഫോമേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഗ്യാമേറ്റ് ഫോമേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഗ്യാമേറ്റ്, സെക്സ് സെല്ലുകൾ ചേർന്നാണ്, അതായത് സ്പേം, എഗ് എന്നൊക്കെ പറയത്തില്ലേ, അവ ചേർന്നാണ് കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്യാമേറ്റ് ഫോമേഷൻ. ഗ്യാമേറ്റ് ഫോമേഷൻ. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഫെർട്ടിലൈസേഷൻ എവിടെ വെച്ച് നടക്കുന്നു? ശരീരത്തിന് പുറത്ത് വെച്ചാണോ അകത്ത് വെച്ചാണോ നടക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അന്നേരം ഫെർട്ടിലൈസേഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്? അകത്ത് വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ ഇൻറ്റേണൽ. ഫെർട്ടിലൈസേഷൻ എന്തെന്ന് വിളിക്കും? ഇൻറ്റേണൽ. അകത്ത് വെച്ച് നടക്കുന്നതുകൊണ്ട് നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻറ്റേണൽ. ഇനി ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് എന്നാണ് വിളിക്കുന്നത്. അന്നേരം ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കൊണ്ടുള്ള നമ്മൾ ചിത്രശലഭത്തിനെയൊക്കെ ജീവിത കാലഘട്ടം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? അത് മുട്ട, പിന്നെ പ്യൂപ്പയായിട്ട് മാറുന്നു, പിന്നീട് എന്തായിട്ട് മാറുന്നു, പിന്നീട് ഒരുപാട് ലാർവൽ സ്റ്റേജ് കഴിഞ്ഞായിരിക്കും എന്തായിട്ട് മാറുന്നത്? ചിത്രശലഭമായിട്ട് മാറുന്നത്.
ഒരുപാട് ഘട്ടം ഘട്ടം ചേർന്നായിരിക്കും ചിത്രശലഭമായിട്ട് മാറുന്നത്. അതായത് അതിൻ്റെ കുഞ്ഞും ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴും വലുതായിരിക്കുമ്പോൾ യാതൊരു സാമ്യവും കാണത്തില്ല. നമ്മളങ്ങനെയല്ല. നമ്മുടെ കുഞ്ഞായിരിക്കുമ്പോഴും നമ്മൾ വലുതായിരിക്കുമ്പോഴത്തേക്കും കണ്ടോ അതേ കണക്ക് തന്നെ ആയിരിക്കുന്നത്. ശാരീരിക വലുപ്പത്തിൽ മാത്രമേ മാറ്റം ഉണ്ടാവൂ. അങ്ങനെ ശാരീരിക വലുപ്പത്തിൽ മാത്രമേ മാറ്റം ഉണ്ടാവുന്നെങ്കിൽ ആ ഡെവലപ്മെൻറ്റിനെ ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് എന്ന് വിളിക്കാം. മറ്റേതിനെ എന്തെന്ന് വിളിക്കാം? ഇൻഡയറക്റ്റ്. അന്നേരം സ്പോഞ്ചസിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റാണ്. ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ആയിരിക്കും. ഇതൊരു ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗൻസും ഫീമെയിൽ സെക്സ് ഓർഗൻസും ഒരു ജീവിയിൽ തന്നെ കാണുന്നെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ഹെർമാഫ്രോഡൈറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് ഹെർമാഫ്രോഡൈറ്റ്. ശ്രദ്ധിച്ച് പഠിക്കേണ്ടുള്ള കാര്യങ്ങളാണ്. പോറിഫെറയെ കോമൺലി വിളിക്കുന്ന പേര് സ്പോഞ്ചസ് എന്നാണ്. അത് സെല്ലുലാറാണ്, എസിമെട്രിക്കലാണ്. ഇനി വാട്ടർ കനാൽ സിസ്റ്റമാണ്. അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. എൻ്റർ ചെയ്യുന്ന പോറിനെ ഓസ്റ്റിയ എന്നും പുറത്തേക്ക് കളയുന്ന പോറിനെ വാട്ടർ പുറത്തേക്ക് കളയുന്ന പോറിനെ ഓസ്കുലം എന്ന് വിളിക്കുന്നു. അതിൻ്റെ സെൻട്രൽ ക്യാവിറ്റി നമ്മൾ വിളിക്കുന്ന പേര് സ്പോഞ്ചിയോസീൽ എന്ന് വിളിക്കുന്നു. സ്പോഞ്ചിയോസീലിൽ കാണപ്പെടുന്ന ലൈൻ ചെയ്തിരിക്കുന്ന സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊയാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളർ സെൽസ് എന്ന് വിളിക്കുന്നു. സ്പോഞ്ചസിൻ്റെ സ്കെലിറ്റനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചിയൻ ഫൈബേഴ്സ്. ഇനി ഇതൊരു ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് റീപ്രൊഡക്ഷൻ നടക്കുന്ന 2 ബേസിലാണ്. എസെക്ഷൽ മെത്തേഡിലാണെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്, സെക്ഷൽ മെത്തേഡിലാണെങ്കിൽ ഗാമേറ്റ് ഫോർമേഷൻ വഴിയാണ്. ഇത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റിലൂടെയാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റിലൂടെയാണ് ഇത് വളരുന്നത്. ശ്രദ്ധിക്കേണ്ടുള്ളത് ഇതിൻ്റെ എക്സാമ്പിൾസാണ്. 3 എക്സാമ്പിൾസാണ് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. സ്പോഞ്ചസ് എന്നല്ലേ നമ്മൾ പഠിക്കുന്നത് ഇതിനെ. അതുകൊണ്ട് യു സ്പോഞ്ചിയ, യു പിന്നെ സ്പോഞ്ചിയ. അന്നേരം യു സ്പോഞ്ചിയ സ്പെല്ലിങ് യു എന്ന് മാത്രമല്ല യു എന്നും കൂടി ചേർക്കണം. യു സ്പോഞ്ചിയ, സൈക്കൺ രണ്ടാമത്തെ എന്താണ്? സൈക്കൺ. മൂന്നാമത്തെ സ്പോഞ്ചില്ല. 2 പേര് എളുപ്പം കിട്ടും. യു സ്പോഞ്ചിയ, സ്പോഞ്ചില്ല, സൈക്കൺ. ഇത് 3 എക്സാമ്പിളും കൂടി കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ എക്സാമ്പിൾ പഠിക്കാൻ പറഞ്ഞതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, എക്സാമ്പിൾ എടുത്തു തന്നിട്ടായിരിക്കും സൈക്കണൊക്കെ എടുത്തു തന്നിട്ട് അത് സെല്ലുലാറാണോ റേഡിയൽ സിമട്രി ആണോ, ഇനി നമ്മൾ പഠിക്കുന്ന വേറെയുള്ള ഫൈലത്തിൻ്റെ എക്സാമ്പിളും കൂടി തന്നിട്ട് ഇത് സെല്ലുലാർ ലെവലിലാണോ ടിഷ്യൂ ലെവലിലാണോ വരുന്നതെന്നൊക്കെ നമുക്ക് ചോദിക്കും. അന്നേരം എന്ത് ചെയ്യുന്നു? നമുക്ക് എഴുതാൻ പറ്റത്തില്ല. നമ്മൾ ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എഴുതാൻ പറ്റത്തില്ല. അന്നേരം സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? പോറിഫെറയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പോറിഫെറ ഏത് സിമട്രിയിലാണ് വരുന്നത്? റേഡിയൽ സിമട്രിയിലാണെന്ന് അറിയുകയും വേണം. അതിന് വേണ്ടിയാണ് നമ്മൾ എക്സാമ്പിൾ പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. ആദ്യത്തെ ഫൈലം പോറിഫെറ. ഇങ്ങനെ 4 ഫൈലങ്ങളെ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇത്തിരി പാടൊക്കെ കാണും, എങ്കിലും നമുക്ക് പഠിച്ച് എടുക്കാൻ പറ്റും. ഞാൻ ക്ലാസ് വഴിയായിരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ട് എല്ലാം നല്ല രീതിയിൽ പഠിപ്പിച്ച് തരാൻ, എങ്കിലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇത് ആവർത്തിച്ച് നിങ്ങൾ കേൾക്കണം. ഞാൻ അപേക്ഷിക്കുകയാണ്, ആവർത്തിച്ച് നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. രണ്ടാമത്തെ ഫൈലമാണ് സീലൻഡ്രൈറ്റ അല്ലെങ്കിൽ നിഡേറിയ എന്ന് വിളിക്കുന്നത്. സ്പെല്ലിങ്സ് എല്ലാം നേരത്തെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചാർട്ട് കാണുമ്പോഴത്തേക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നിഡേറിയ എന്നൊക്കെ എഴുതുന്നത് സി ആണ് ആദ്യം എഴുതുന്നത്, എൻ അല്ല എഴുതുന്നത്. അന്നേരം നിഡേറിയ അല്ലെങ്കിൽ സീലൻഡ്രൈറ്റ എന്നാണ് രണ്ടാമത്തെ ഫൈലത്തെ പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകതയാണ് അക്വാട്ടിക് ആണ്, ജലത്തിൽ കാണപ്പെടുന്നതാണ്. അതുകൊണ്ട് അതിനെ അക്വാട്ടിക് എന്ന് വിളിക്കും. മോസ്റ്റ്ലി മറൈനാണ്, അതായത് കടലിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് മറൈൻ എന്ന് വിളിക്കും. ഇനി അടുത്ത അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? സെസൈൽ ഓർ ഫ്രീ സ്വിമ്മിങ് ആയിരിക്കും. എന്താണ് സെസൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് പാറകളിലൊക്കെ പിടിച്ച് സോളിറ്ററി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കും? സെസൈൽ എന്ന് വിളിക്കുന്നത്. ഫ്രീ സ്വിമ്മിങ് എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീ സ്വിമ്മിങ്. അന്നേരം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായേ കാണുമല്ലേ? മോസ്റ്റ്ലി അക്വാട്ടിക് ആണ്, മറൈനാണ്, സെസൈലാണ്, ഫ്രീ സ്വിമ്മിങ് ആണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പേര് നമ്മൾ പറഞ്ഞു സീലൻഡ്രൈറ്റ അഥവാ എന്തെന്ന് വിളിച്ചു? നിഡേറിയ എന്ന് വിളിച്ചു. എന്നിട്ട് ആ നിഡേറിയ എന്ന് പറയുന്ന പേര് എങ്ങനെ ഇതിന് വന്നു എന്നാണ് നമ്മൾ അറിയേണ്ടുള്ളത്. പറയാൻ മനസ്സിലായല്ലേ? അന്നേരം ഇതിൻ്റെ ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു ഉദാഹരണമുണ്ട്.
ആ ഉദാഹരണമാണ് ഹൈഡ്ര എന്ന് പറയുന്ന ജീവി. അന്നേരം നമുക്കറിയാവുന്ന ഒരു ഉദാഹരണമാണ് ഏത് ജീവി എന്ന്, ഹൈഡ്ര എന്ന് പറയുന്ന ജീവി. കാര്യം മനസ്സിലായല്ലേ? അന്നേരം ഹൈഡ്രയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ അറിയാമല്ലേ? ഹൈഡ്രയിൽ ഫിംഗർ കണക്കുള്ള ഷേപ്സ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ടെൻഡക്കിൾസ്. എന്തെന്ന് വിളിക്കും? ആ ടെൻഡക്കിൾസ് എന്ന് വിളിക്കും. ആ ടെൻഡക്കിൾസിനകത്ത് കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിഡോബ്ലാസ്റ്റസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നിഡോബ്ലാസ്റ്റസ്. എവിടെ കാണപ്പെടുന്നതാണ്? ടെൻഡക്കിൾസിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിഡോബ്ലാസ്റ്റസ് അഥവാ നിഡോസൈറ്റ്സ് എന്ന് വിളിക്കും. നിഡോബ്ലാസ്റ്റ് എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. അതിനെ വിളിക്കുന്ന പേരാണ് നിഡോബ്ലാസ്റ്റ് എന്ന് വിളിക്കും. നിഡോബ്ലാസ്റ്റ് ഉണ്ടായത് കൊണ്ടാണ് എന്തൊക്കെ കാര്യങ്ങൾ അതിന് നടക്കും? അന്നേരം ആങ്കറേജ് നടക്കും. എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് ആങ്കറേജ്. എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കാൻ സഹായിക്കുന്നു എന്നതിനെ വിളിക്കുന്ന പേരാണ് ആങ്കറേജ്. ഇനി ഈ നിഡോബ്ലാസ്റ്റിനകത്ത് ഉള്ള ഒരു സ്റ്റിങ്ങിങ് സെൽസ് ഉണ്ട്, നിമാറ്റോസൈറ്റ്. ഈ നിമാറ്റോസൈറ്റ് വെച്ച് ഏതെങ്കിലും പ്രാണികളെയൊക്കെ കുത്തി ഈ വിഷമിറക്കിക്കൊണ്ട് ആ പ്രാണികളെ കൊന്ന് ഇതിൻ്റെ ആഹാരമാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രേ ക്യാപ്ചറിങ്. രണ്ടാമത്തെ പോയിൻ്റാണ് നിഡോബ്ലാസ്റ്റ് കൊണ്ടുള്ള രണ്ടാമത്തെ ഗുണമാണ് പ്രേ ക്യാപ്ചറിങ്. ഒന്നാമത്തെ ഗുണം എന്തായിരുന്നു? ആങ്കറേജ്. രണ്ടാമത്തെ ഗുണമാണ് എന്താണ്? പ്രേ ക്യാപ്ചറിങ്. മൂന്നാമത്തെ ഗുണമാണ് ഏതെങ്കിലും ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ ആ നിഡോബ്ലാസ്റ്റ് കൊണ്ട് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിഫെൻസ് നോക്കുന്നത്. അന്നേരം ഡിഫെൻസ്. അന്നേരം നിഡോബ്ലാസ്റ്റ് കൊണ്ടുള്ള 3 ഗുണമാണ് ആങ്കറേജ്. ഒന്ന് ആങ്കറേജ്, രണ്ടാമത്തത് എന്താണ്? പ്രേ ക്യാപ്ചറിങ്, മൂന്നാമത്തെ എന്താണ്? ഡിഫെൻസ്. അന്നേരം നിഡോബ്ലാസ്റ്റ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നിഡേറിയ എന്ന പേരിലും കൂടി ഈ ജീവിയെ അറിയപ്പെടുന്നത്. ഏത് പേരിലും കൂടി അറിയപ്പെടുന്നത്? നിഡേറിയ. അന്നേരം നിഡോബ്ലാസ്റ്റ് കൊണ്ട് നടക്കുന്ന 3 പ്രവർത്തനങ്ങളാണ് ആങ്കറേജ്, ഡിഫെൻസ് ആൻഡ് പ്രേ ക്യാപ്ചറിങ്. അന്നേരം ഇത് ഏത് സിമെട്രിയിൽ വരുന്നതാണെന്നൊക്കെ അറിയണം. അന്നേരം ഇത് റേഡിയൽ സിമെട്രി. ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടുന്ന സിമെട്രിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയൽ സിമെട്രി. ഇതൊരു ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. അന്നേരം ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്, റേഡിയൽ സിമെട്രിയാണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷനാണ്. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ ജെം ലെയർ 2 ലെയർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഔട്ടർ എക്ടോഡേമും ഇന്നർ എൻഡോഡേമും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. അന്നേരം 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്തായിരിക്കും? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും, ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്? അതിൻ്റെ സിമെട്രി എന്തായിരിക്കും? റേഡിയൽ സിമെട്രി ആയിരിക്കും. എൻ്റെ സിമെട്രി എന്തായിരിക്കും? റേഡിയൽ സിമെട്രി ആയിരിക്കും. ഒരു ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി ഉണ്ടായിരിക്കും. ആ ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റിയുടെ ഒരു സിംഗിൾ ഓപ്പണിങ് കാണും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൗത്ത് എന്നല്ല, പകരം വിളിക്കുന്ന പേര് എന്താണ്? ഹൈപ്പോസ്റ്റോം എന്നാണ് വിളിക്കുന്നത്. ഇനി സിലിണ്ടറേറ്റഡ് ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റിക്ക് ഒറ്റ ഓപ്പണിങ്ങേ കാണൂ. അതിനെ വിളിക്കുന്ന പേര് ഹൈപ്പോസ്റ്റോം എന്നാണ് വിളിക്കുന്നത്. നമുക്കൊക്കെ ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റിക്ക് 2 ഓപ്പണിംഗ് ഉണ്ട്. മൗത്ത്, ഏനസ് എന്നൊക്കെ പറയുന്ന ഓപ്പണിംഗ് ഉണ്ട്. നമ്മളെ മേളത്തെ ഓപ്പണിങ്ങിനെ നമ്മൾ എന്താണ്? മൗത്ത് എന്നാണ് വിളിക്കുന്നത്. ഇന്നേരം ഇവിടെയാണെന്ന് ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റിക്ക് ഒരു സിംഗിൾ ഓപ്പണിങ്ങേ കാണൂ. എന്തെന്ന് വിളിക്കൂ? അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കും? ഹൈപ്പോസ്റ്റോം. മൗത്ത് എന്നല്ല വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കും? ഹൈപ്പോസ്റ്റോം എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ഡൈജഷൻ 2 മാനറിൽ നടക്കും. ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. സെല്ലിൻ്റെ അകത്ത് വെച്ച് നടക്കും, പുറത്ത് വെച്ച് നടക്കും. അതുകൊണ്ട് ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ഇനി നിഡേറിയൻസിൽ വരുന്ന ഒരു വർഗ്ഗമാണ് കോറൽസ്. ഈ കോറൽസിലെല്ലാം എന്ത് ചെയ്യുന്നു? കാൽസ്യം കാർബണേറ്റ് കൊണ്ടുള്ള എക്സോസ്കെലിറ്റൻ പുറംതോടുകൾ കാണാം. പറയാൻ മനസ്സിലായോ? എക്സോസ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ സ്കെലിറ്റൻ പുറത്തായിട്ടാണ് ഇരിക്കുന്നത്. ആ പുറത്തിരിക്കുന്ന സ്കെലിറ്റൻ എന്ന് പറയുമ്പോഴത്തേക്ക് കാൽസ്യം കാർബണേറ്റ് കൊണ്ടുള്ള സ്കെലിറ്റൻ എല്ലാം കാണാൻ കഴിയും. ഏതിനകത്ത്? കോറൽസിനകത്ത്. കോറൽസ് അന്നേരം ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? നിഡേറിയൻ വിഭാഗത്തിൽ വരുന്നതാണ് കോറൽസ്. ഇനി നമ്മൾ നിഡേറിയൻസിനെ നോക്കുമ്പോഴത്തേക്ക് 2 ബോഡി ഫോംസിൽ കാണപ്പെടും. 2 ബോഡി ഫോംസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഒന്ന് ഹൈഡ്രയൊക്കെ കണ്ടില്ലേ?
ദാണ്ട് ഇതേ കണക്കിരിക്കുന്ന നേരെ ഈ പിക്ചറിലേക്ക് നോക്കിയാൽ മതി. ഈ രൂപത്തിലിരിക്കുന്ന നേരെ ഒരു ട്രീയുടെ രൂപത്തിലേക്ക് ഇരിക്കുന്ന അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിപ്പ്. ആ രൂപത്തെ വിളിക്കുന്ന പേരാണ് പോളിപ്പ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ സിലിണ്ടറിക്കൽ രൂപത്തിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, സിലിണ്ടറിൻ്റെ മാനറിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പോളിപ്പ്. ചില ജീവികൾ അത് നോക്കുമ്പോഴത്തേക്ക് അംബർലയുടെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. നമ്മൾ വെള്ളത്തിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് അറിയാം, കായലിലൊക്കെ പോകുമ്പോഴത്തേക്ക് ചില ജീവികൾ ഇങ്ങനെ കിടക്കുന്ന കാണാം, അംബർലയുടെ ഷേപ്പിലൊക്കെ കിടക്കുന്ന കാണാം. അന്നേരം അംബർലയുടെ ഷേപ്പിലാണ് കിടക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മെഡൂസ. അന്നേരം നിഡേറിയ കാണപ്പെടുന്ന 2 ബോഡി ഫോംസിലാണ്. ഒന്നിനെ പോളിപ്പെന്ന് വിളിക്കും, അത് സിലിണ്ടറിക്കൽ രൂപത്തിലുമാണ്. അടുത്തതിനെ നമ്മൾ മെഡൂസ എന്ന് വിളിക്കും. മെഡൂസ എന്ന് പറയുന്നത് അംബർല ലൈക്ക് ഫോംസിലുമാണ് കാണപ്പെടുന്നത്. ഇനി നിഡേറിയ കാണിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാജെനിസിസ് അല്ലെങ്കിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. എന്താണ് മെറ്റാജെനിസിസ്, ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ? പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് മെറ്റാജെനിസിസ് അല്ലെങ്കിൽ എന്താണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ? ആൾട്ടർ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ജീവിയെ ആൾട്ടർ ചെയ്ത് മറ്റൊരു ജീവിയാക്കി മാറ്റാം, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അന്നേരം എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തി കഴിഞ്ഞാൽ വേറൊരു ഫോംസിലേക്ക് ആവും. അന്നേരം ഇവിടെ പോളിപ്പും മെഡൂസയല്ലേ നിങ്ങൾ പഠിച്ചത്. അന്നേരം പോളിപ്പും മെഡൂസയും എന്ത് ചെയ്യുന്നു? പോളിപ്പിനെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് മെഡൂസയായിട്ട് മാറും, മെഡൂസയെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് പോളിപ്പായിട്ട് മാറും. അന്നേരം ഇതാണ് സിമ്പിളി ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. അന്നേരം പോളിപ്പിനെ എസെക്ഷലി ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മെഡൂസയായിട്ട് കിട്ടും. മെഡൂസ സെക്ഷലി ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പോളിപ്പ് കിട്ടുകയും ചെയ്യും. അന്നേരം ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. രണ്ടിൻ്റെ രൂപം മാറി. പോളിപ്പ് എസെക്ഷലി ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മെഡൂസയെ കിട്ടും, മെഡൂസ സെക്ഷലി ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? പോളിപ്പ് കിട്ടുകയും ചെയ്യും. PAM എന്ന് പറയുന്ന ഒരു കോഡ് പഠിച്ചിരിക്കണം, PAM. അന്നേരം പോളിപ്പ് P എന്ന് പറയുന്നത് എസെക്ഷലിന് A മെഡൂസയായിട്ട് കിട്ടുകയും ചെയ്യും. അന്നേരം മറ്റേ പഠിക്കാൻ എളുപ്പമായിരിക്കും. PAM അല്ലാത്ത മെഡൂസയെ തുടങ്ങിയാണെങ്കിൽ സെക്ഷലി ആയിട്ട് എന്തായിട്ട് മാറും? പോളിപ്പാട്ട് മാറുകയും ചെയ്യും. അന്നേരം ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജെനിസിസ് എന്ന് വിളിക്കുന്നത്. അന്നേരം ഇതിന് എക്സാമ്പിൾ വളരെ കൂടുതലായിട്ടുണ്ട്. കുറച്ച് പേരുകളൊക്കെ ഞാൻ പറയാം. ഹൈഡ്ര, ഒറീലിയ, ആദംസിയ, ഗോർഗോണിയ, പെനറ്റുല, അങ്ങനെ പറഞ്ഞ് ഒരുപാട് എക്സാമ്പിൾ ടെക്സ്റ്റിനകത്തുണ്ട്. അന്നേരം നമ്മൾ പഠിക്കാൻ സാധിക്കുന്നതെങ്കിലും ചില വേർഡുകളെങ്കിലും നമ്മൾ പഠിക്കുക. പറയാൻ മനസ്സിലായി? അതിൻ്റെ ബ്രാക്കറ്റിലായിട്ട് ചില വേർഡുകൾ ഉണ്ട്, ചില കോമൺ നെയിംസും ഉണ്ട്. ഈ എക്സാമ്പിളിന് കോമൺ നെയിംസും ഉണ്ട്. അതും കൂടി പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പരീക്ഷകളിലൊക്കെ സി പെൻ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അന്നേരം സി പെൻ എന്ന് പറയുന്നത് പെനറ്റുലയാണ്. പെനറ്റുല അങ്ങനെ അങ്ങ് പഠിക്കണം. പറയാൻ മനസ്സിലായില്ലേ? ഞാൻ പഠിക്കാൻ പറഞ്ഞ ആദംസിയ എന്ന് പറയുന്നത് അതേ കണക്ക് ആദംസിയ എന്ന് പറയുന്നത് സി അനിമോണാണ്. സി അനിമോണിൻ്റെയും ആദംസിയുടെയും എ ആണ്. അന്നേരം അത് വെച്ച് അങ്ങ് പഠിക്കണം. ഗോർഗോണിയ എന്ന് പറയുന്നത് സി ഫാനാണ്. എന്താണ് ഗോർഗോണിയ? അന്നേരം ഇതൊന്നും നമ്മളെ വിക്ടേഴ്സ് ചാനലൊന്നും പറയാറില്ല. അവർ ക്ലാസ് എടുത്തങ്ങ് പോകത്തേ ഉള്ളൂ. നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് ചോദിക്കും, പരീക്ഷയ്ക്ക് എന്ത് വരുമെന്നൊന്നും അവിടെ ചർച്ച ചെയ്യത്തില്ല. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ച് പോകുമ്പോഴും ഇതെല്ലാം പറഞ്ഞു പോകത്തേ ഉള്ളൂ. അന്നേരം ഇത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്ത് പഠിച്ചു പോകണം. ഇങ്ങനെയുള്ള പഠിച്ചു പോണ കുട്ടികൾക്ക് പരീക്ഷ നല്ലതുപോലെ എഴുതാൻ കഴിയുള്ളൂ. ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, ഈ കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യമേ പഠിക്കാൻ പാടായിരിക്കും. ഞാൻ +2 പഠിച്ചപ്പോഴും എല്ലാം പാടായിരുന്നു. അതെനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ വികാരവും നിങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ സദയം പയ്യെ കേട്ട് മനസ്സിലാക്കാൻ നോക്കുക. ഞാൻ ക്ലാസ്സിലായിരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് പറയിപ്പിച്ചതിനായിരുന്നു. എല്ലാവരെ കൊണ്ടും പയ്യെ കൊണ്ട് പഠിപ്പിച്ചതിനായിരുന്നു. നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സമാധാനത്തോടെ ഇത് കേട്ട് വീണ്ടും ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സീലൻഡ്രേറ്റെക്കുറിച്ചാണ് പറയുന്നത്. സീലൻഡ്രേറ്റ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്,
റേഡിയൽ സിമട്രിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റേഡിയൽ സിമട്രി. നിഡോബ്ലാസ്റ്റിൻ്റെ പടമൊക്കെ ടെസ്റ്റിനകത്തുണ്ട്, അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ആ പടം തന്നിട്ട് എന്തുവാണെന്ന് ഏത് ഫയലത്തിൽ വരുന്നതാണ് അതിൻ്റെ ഫംഗ്ഷനും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അറിയണം. നിഡോബ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷനാണ് ഞാൻ അല്ലെങ്കിൽ ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. അന്നേരം നിഡോബ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷനാണ് എന്താണ്? ആങ്കറേജ്, പ്രേ ക്യാപ്ചറിങ് ആൻഡ് ഡിഫൻസ്. ഇത് മൂന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു സെൻട്രൽ ക്യാവിറ്റി കാണും, ഗ്യാസ്ട്രോ സെൻട്രൽ ക്യാവിറ്റി കാണും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കും? ഹൈപ്പോസ്റ്റോം എന്ന് വിളിക്കുന്നു. ഇനി 2 ഫോംസാണ് പോളിപ്പും മെഡൂസയും. കൃത്യമായിട്ട് പറയണം. സിലിണ്ടറിക്കൽ ഫോംസ് ആണെങ്കിൽ പോളിപ്പെന്നും, അംബർല ലൈക്ക് ഫോംസ് ആണെങ്കിൽ മെഡൂസ എന്നും അറിയണം. ഇനി മെറ്റാജെനസിസ് ആണ് അല്ലെങ്കിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ് കൃത്യമായിട്ട് അറിയേണ്ടിയിരിക്കുന്നത്. അന്നേരം ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോളിപ്പും മെഡൂസയെ എസെക്ഷലി ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും, മെഡൂസ പോളിപ്പിനെ സെക്ഷലി ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അന്നേരം ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇനി ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം ഒന്നും കൂടി ശ്രദ്ധിച്ച് വയ്ക്കുക. ഇത്രയും കഴിയുമ്പോഴത്തേക്ക് ഈ ഫൈലം കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെങ്കിലും ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ ഫൈലത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതേ കണക്ക് ആ സൈഡിൽ കിടക്കുന്ന പടങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. ടെസ്റ്റിനകത്തുള്ള ഞാൻ ഇതിനകത്ത് ഫയലുകൾ ഇടുന്നുണ്ട്, അതിനകത്ത് പടമുണ്ട്. ആ പടം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കാനെങ്കിൽ, ടെക്സ്റ്റ് ഇല്ലെങ്കിൽ പഠിക്കാനെങ്കിലും ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി 3ാമത്തെ ഫൈലത്തിലേക്ക് പോവാം. ഇന്ന് 4 ഫൈലങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഓട്ടിക്കും. 3ാമത്തെ ഫൈലമാണ്, ഒരു കൊച്ചു ഫൈലമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കും? ടീനോഫോറ എന്നാണ് വിളിക്കുന്നത്. ആ ഫൈലത്തിൻ്റെ പേരെന്താണ്? ടീനോഫോറ എന്നാണ് വിളിക്കുന്നത്. 3ാമത്തെ ഫൈലത്തിൻ്റെ പേര് ടീനോഫോറ എന്നാണ് വിളിക്കുന്നത്. അത് ഏകദേശം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച സീലൻഡ്രൈറ്റയുടെ പ്രത്യേകതകളൊക്കെ കണക്ക് തന്നെയായിരിക്കും ടീനോഫോറയുടെ പ്രത്യേകതകളും. അന്നേരം സീലൻഡ്രൈറ്റ് എവിടെയായിരുന്നു? മറൈനായിരുന്നു. ഇവിടെയും മറൈൻ തന്നെ. പറയാൻ മനസ്സിലായി? സീലൻഡ്രൈറ്റയിൽ ഏത് സിമട്രിയാണ് നിങ്ങൾ കണ്ടത്? റേഡിയൽ സിമട്രിയാണ് കണ്ടത്. അന്നേരം ഇവിടെയും എന്താണ്? റേഡിയൽ സിമട്രിയാണ്. അത് എങ്ങനെയുള്ള ഓർഗനൈസേഷൻ ആയിരുന്നു? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരുന്നു. ഇവിടെയും ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അന്നേരം ടീനോഫോറയും ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. അവിടെ എന്തായിരുന്നു? ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം ആയിരുന്നു. ഇവിടെയും ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസമാണ്. നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത് ടീനോഫോറയെക്കുറിച്ച്. സീ വാൾനട്ട്സ് അല്ലെങ്കിൽ കോമ്പ് ജെല്ലീസ് എന്നറിയപ്പെടും. റേഡിയൽ സിമട്രിയാണ്. ഡിപ്ലോബാറ്റിക് ഓർഗാനിസംസ് ആണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. എന്ത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇത് ക്ലിയർ ആയല്ലേ? മറ്റേത് പഠിച്ച കണക്ക് തന്നെ ഇവിടെയും പഠിക്കുന്നത്. ഇനി അടുത്ത പ്രത്യേകതയാണ് ഇതിൻ്റെ എക്സ്റ്റേണൽ ആർട്ട്. അതായത് ഈ ജീവിയുടെ എക്സ്റ്റേണൽ ആർട്ട് ഉണ്ട്. ഈ ജീവി അവിടെ ഒരു പടം കാണിച്ചിട്ടുണ്ട്, ഒരു ബാള് കണക്കിരിക്കുന്ന ഒരു പടം കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് 8 വരകളിങ്ങനെ പോയിരിക്കുന്നതായിട്ട് കാണപ്പെടും. ഈ 8 വരകളെ നമ്മൾ വിളിക്കുന്ന പേര് സീലിയേറ്ററി കോംപ്ലൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അന്നേരം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഈ 8 വരകൾ വരുന്ന ആ ഭാഗം എന്ത് ചെയ്യുന്നു? അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് വരയിട്ടിട്ട് ചോദിച്ചിട്ട് ഇതെന്താണ്, എന്താണ്, എയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു. അന്നേരം ആ പന്തിനകത്ത് ഒരു 8 ലൈൻ കണക്കുള്ള വരകൾ വരികയാണെങ്കിൽ, പന്ത് കണക്കിരിക്കുന്ന ഓർഗാനിസമാണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അതിനകത്തിരിക്കുന്ന 8 വരകളെ സീലിയേറ്ററി കോംപ്ലൈറ്റ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീലിയേറ്ററി കോംപ്ലൈറ്റ്സ് കാണപ്പെടുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചാൽ ടീനോഫോറ. അത് എന്തിനു വേണ്ടിയാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്കോമോഷന് വേണ്ടി. എന്തിനു വേണ്ടി? ലോക്കോമോഷൻ, സഞ്ചരിക്കാൻ വേണ്ടിയാണ് സഹായിക്കുന്നത്. ഏതാണ്? സീലിയറി കോംപ്ലൈറ്റ്സ്. ഇനി അടുത്ത പ്രത്യേകതയാണ് ഈ ടീനോഫോറ സ്വന്തമായി പ്രകാശിക്കും. അന്നേരം സ്വന്തമായി ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഓർഗാനിസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോലൂമിനൻസ്. സ്വന്തമായി എന്താണ്? ലൂമിനൻസ് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കാൻ കഴിയുന്ന ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോലൂമിനൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കുന്ന ജീവിയുമാണ് ടീനോഫോറ. അന്നേരം 2 കാര്യങ്ങളാണ്. സീലിയറി കോംപ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു. സീലിയറി കോംപ്ലൈറ്റ്സ് ലോക്കോമോഷന് വേണ്ടി സഹായിച്ചു. ബയോലൂമിനൻസ് എന്ന് പറയുന്നത് എന്തിന് സഹായിക്കുന്നു? സ്വയം പ്രകാശിക്കാൻ വേണ്ടി ഉള്ള പ്രോപ്പർട്ടി ഉള്ള ഒരു ജീവിയുമാണ്. ഏതെന്ന് മനസ്സിലാക്കി നമ്മൾ ടീനോഫോറ കുറിച്ച് മനസ്സിലാക്കി. അവിടുത്തെ പോലെ തന്നെ ഡൈജഷൻ ബോത്ത്
എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ ആണ്. ഡൈജഷൻ ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷനാണ് ഇവിടെയും നടക്കുന്നത്. ഇനി സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. സെക്സസ് എന്ത് ചെയ്യത്തില്ല, സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. നോട്ട് സെപ്പറേറ്റ് ചെയ്യാതിരിക്കുന്ന ജീവികളാണ് ഇതും. അതായത് മെയിൽ സെക്സ് സെൽസും ഫീമെയിൽ സെക്സ് സെൽസും ഒരു ജീവി തന്നെ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് എന്ന് പറയുന്നത്. ഒരു ജീവി തന്നെയാണ് കാണുന്നതെങ്കിൽ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് എന്ന് പറയുന്നത്. നമ്മളിലൊക്കെ ആണെങ്കിൽ രണ്ട് ജീവിയിലാണെന്നും പെണ്ണെന്ന് പറയുന്ന വിഭാഗത്തിലാണ് സ്പേമും ഓവോ ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഉദാഹരണം അനുസരിച്ച് നിങ്ങൾ പഠിച്ചോണം. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ജീവിയാണ്. സെപ്പറേറ്റ് ചെയ്യാത്ത ജീവിയാണ്. റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ മീൻസാണ്. റീപ്രൊഡക്ഷൻ ഏത് വഴിയാണ്? സെക്ഷൽ മീൻസ് വഴിയാണ് ടീനോഫോറയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി അടുത്തത് ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണലാണ്. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണലാണ്. പുറത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, എക്സ്റ്റേണൽ. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ്. അന്നേരം തീർന്നു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ടീനോഫോറയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി എക്സാമ്പിൾസും വളരെ എളുപ്പമാണ്. ടീനോപ്ലാന. ടീനോ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം ടീനോഫോറ വരുന്നതാണ്. നമുക്ക് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ടീനോപ്ലാന ആൻഡ് പ്ലൂറോബ്രാഞ്ചിയ. രണ്ട് എക്സാമ്പിളേ ഉള്ളൂ. ടീനോപ്ലാന ആൻഡ് പ്ലൂറോബ്രാഞ്ചിയ എന്ന് പറയുന്ന രണ്ട് എക്സാമ്പിൾ. അന്നേരം ടീനോഫോറയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി ഓർക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും, ഡിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കും, റേഡിയൽ സിമട്രി ആയിരിക്കും. ഇതിനെ കോമൺലി നോൺ ആസ് എന്തെന്നൊക്കെയാണ് പറയുന്നത്? സീ വാൾനട്ട്സ് എന്നും കോംബ് ജെല്ലീസ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഒരു എക്സ്റ്റേണൽ 8 റോസ് ഓഫ് സീലിയറി കോംപ്ലൈറ്റ്സ് ഉണ്ട്. ഈ കോംപ്ലൈറ്റ്സ് എന്തിനു വേണ്ടിയാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ ലോക്കോമോഷന് വേണ്ടിയാണ് സഹായിക്കുന്നത്. ഇത് പിന്നീട് എന്തൊക്കെ കാണിക്കുന്നു? ബയോലൂമിനൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ കാണിക്കുന്നുണ്ട്? ഡൈജഷൻ എക്സ്ട്രാ സെല്ലുലാറും ഇൻട്രാ സെല്ലുലാറും ആയിരിക്കും. ഇതിൻ്റെ എക്സാമ്പിളാണ് പ്ലൂറോബ്രാഞ്ചി ആൻഡ് ടീനോപ്ലാന. ഇത്രയെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ ആയെന്ന് തോന്നുന്നു. അടുത്ത ഫൈലത്തിലേക്ക് പോകാം. ഡിസ്കസ് ചെയ്യുന്നത് 4ാമത്തെ ഫൈലത്തിൻ്റെ പേര് പ്ലാറ്റി ഹെൽമിന്തസ്. പ്ലാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരന്ന, ഹെൽമിന്തസ് എന്ന് പറഞ്ഞാൽ വിരകൾ. അന്നേരം പരന്ന വിരകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാറ്റി ഹെൽമിന്തസ്. അന്നേരം ആദ്യത്തെ പ്രത്യേകതയാണ് അതിനെ കണ്ടു കഴിഞ്ഞാൽ ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി. അതായത് മുതുകുവശവും, ഡോർസോ മീൻസ് മുതുകുവശം, വെൻട്രൽ മീൻസ് നെഞ്ചുവശം, ഇത് രണ്ടും കൂടി പരന്നാട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? അങ്ങനെ ഫ്ലാറ്റെന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. അങ്ങനെ ബോഡി ഉള്ളതാണ് പ്ലാറ്റി ഹെൽമിന്തസ്. ഇനി അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ടിഷ്യൂ ഒക്കെ മാറി ഇവിടെ എന്തായി? ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയി. പറയാൻ മനസ്സിലായ? ഇനി അടുത്ത പ്രത്യേകതയാണ് ഇവിടെ ബൈലാട്രൽ സിമട്രി ആണ്. ബൈലാട്രൽ സിമട്രി എന്ന് പറയുമ്പോൾ ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. അന്നേരം അവിടെ നിന്നൊക്കെ നേരത്തെ ടീനോഫോറ എന്നുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ആ ടീനോഫോറ റേഡിയൽ സിമട്രി ആയിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ബൈലാട്രൽ സിമട്രി ആയി. പ്ലാറ്റി ഹെൽമിന്തസ് ബൈലാട്രൽ സിമട്രി ആയി. ഇനി എന്തായിരിക്കും? ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. ഇതെന്തായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞ ഡിപ്ലോബ്ലാസ്റ്റിക് ആയിരുന്നു. ഇപ്പോൾ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആയിരിക്കും. എന്നാൽ എസ്സീലോമേറ്റ് ആണ്. സീലോം കാണത്തില്ല. അതുകൊണ്ട് എസ്സീലോമേറ്റ് ആണ്. പറഞ്ഞ 5 പോയിൻറ്റുകൾ നമുക്ക് ഒന്ന് നോക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡീസ്. ഇനി എന്താണ് പറഞ്ഞത്? ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അടുത്തത് ഡിപ്ലോബ്ലാസ്റ്റിക് അല്ല, ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. ഏതെന്ന് പറയുന്നത്? പ്ലാറ്റി ഹെൽമിന്തസ്. ഇനി സിമട്രി ബൈലാട്രൽ സിമട്രി ആണ്. ബൈലാട്രൽ സിമട്രി ആണ്. എസ്സീലോമേറ്റ് ആണ്. ഇത്രയും. പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്നത് എൻഡോ പാരസൈറ്റ് ആണ്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്താണ് വിരകൾ വളരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? എൻഡോ പാരസൈറ്റ് എന്ന് വിളിക്കാം. അന്നേരം നാടവിര ഒരു ഉദാഹരണമാണ്. എൻഡോ പാരസൈറ്റിന് ഉദാഹരണമാണ് നാടവിര. ആ വിഭാഗത്തിൽ വരുന്നതാണ് ഈ പ്ലാറ്റി ഹെൽമിന്തസ്. അന്നേരം നാടവിരയാണ് പ്ലാറ്റി ഹെൽമിന്തസിന് ഒരു ഉദാഹരണമെന്ന്
നമ്മൾ പറയുന്നത്. പ്ലാറ്റി ഹെൽമിന്തസിന് ഒരു ഉദാഹരണമാണ് നാടവിരക. അതെങ്ങനെയുള്ളതാണ്? ഒരു എൻഡോ പാരസൈറ്റാണ്. പിന്നെ പാരസൈറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കറിയാം സ്വന്തമായിട്ട് എന്ത് ചെയ്യത്തില്ല, ആഹാരം പാകം ചെയ്യാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കത്തില്ല. അന്നേരം എന്ത് ചെയ്യും? മറ്റുള്ള ജീവിയിൽ നിന്ന് എടുക്കും. നമ്മളെ ഉള്ളിലാണ് വളരുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ കുടലിനകത്ത് ഒരു ഹുക്ക് പോലൊരു സാധനമുണ്ട്. അതുപോലെ ആ ഹുക്ക് കൊണ്ട് അവിടെ തൂങ്ങിക്കിടന്നിട്ട് സക്കേഴ്സ് പോലെയുള്ള വേറൊരു ഫോംസ് ഓഫ് രൂപമുണ്ട്. ആ രൂപം കൊണ്ട് എന്ത് ചെയ്യുന്നു? വലിച്ചെടുക്കുകയും ചെയ്യും. അന്നേരം ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഹുക്ക് ആൻഡ് സക്കേഴ്സ് കാണും. പറഞ്ഞാൽ മനസ്സിലായി? ഹുക്ക് അതിനകത്ത് ഉടലിൽ തൂങ്ങിക്കിടക്കാനും, സക്കേഴ്സ് എന്താണ്? അതിൽ നിന്ന് നമ്മളെ ന്യൂട്രിയൻസ് എല്ലാം അത് വലിച്ചെടുക്കാനാണ് സഹായിക്കുന്നതാണ് സക്കേഴ്സ്. അന്നേരം ഹുക്ക് ആൻഡ് സക്കേഴ്സ് ഏത് പൈലത്തിലാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണുമടച്ചെഴുതണം. ഏതാണ്? പ്ലാറ്റി ഹെൽമിന്തസ്. അന്നേരം ഹുക്ക് ആൻഡ് സക്കേഴ്സിലൂടെ ന്യൂട്രീഷൻ നമ്മുടെ ബോഡി സർഫസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്ത് അതിൻ്റെ ശരീരത്തിലേക്ക് എത്തിക്കും. പറയാൻ മനസ്സിലായേ? അന്നേരം അതിന് സഹായിക്കുന്നതാണ് ഹുക്ക് ആൻഡ് സക്കേഴ്സ്. അന്നേരം ഏത് മോഡ് ഓഫ് ന്യൂട്രീഷനാണ്? പാരസെറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷനാണ്. അതിന് സഹായിക്കുന്ന 2 കാര്യങ്ങളാണ് ഹുക്ക് ആൻഡ് സക്കേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹുക്ക് ആൻഡ് സക്കേഴ്സ്. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു പ്രത്യേക തരം സെൽസ് ഉണ്ട് ഇതിനകത്ത്. ആ സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലെയിം സെൽസ്. FLAME സെൽസ്. പിന്നെ സെൽസ് എന്നാണ് നമ്മൾ പറയുന്നത് ഫ്ലെയിം സെൽസ്. ഫ്ലെയിം സെൽസ് എന്തിനു വേണ്ടിയാണ്? ഓസ്മോ റെഗുലേഷനും എന്തിനും വേണ്ടിയാണ്? എക്സ്ക്രീഷനും വേണ്ടി. അതായത് ശരീരത്തിൽ ജലത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിലനിൽപ്പിനെയാണ് നമ്മൾ നിലനിർത്തുന്നതിനെ, റെഗുലേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോ റെഗുലേഷൻ എന്ന് വിളിക്കുന്നത്. എക്സ്ക്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ റിമൂവൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ക്രീഷൻ. എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും സഹായിക്കുന്ന സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലെയിം സെൽസ്. എന്താ വിളിക്കും? ഫ്ലെയിം സെൽസ് എന്ന് വിളിക്കുന്നു. നേരത്തെ കണക്ക് തന്നെ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റഡ്. പ്ലനേറിയ എന്ന് പറയുന്ന ജീവി പ്ലാറ്റി ഹെൽമിന്തസിൽ വരുന്നതാണ്. അന്നേരം നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, പുനരുൽപ്പത്തിക്ക് കാണിക്കുന്ന ഒരു ജീവിയാണ് പ്ലനേറിയ, അല്ലെങ്കിൽ റീജനറേഷൻ കാണിക്കുന്ന ഒരു ജീവിയാണ് പ്ലനേറിയ. അതായത് പ്ലനേറിയയുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗം എന്ത് ചെയ്യുന്നു? എടുത്തു വെച്ചാൽ പുതിയൊരു ജീവിയായിട്ട് മാറും. അങ്ങനെയുള്ള അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീജനറേഷൻ കപ്പാസിറ്റി. അന്നേരം റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാറ്റി ഹെൽമിന്തസിന് ഉദാഹരണമാണ് ഏതെന്ന് പറഞ്ഞാൽ പ്ലനേറിയ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി 2 എക്സാമ്പിളും കൂടി നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. ടേനിയ ആൻഡ് ഫസിക്കോള. ടേനിയ ആൻഡ് ഫസിക്കോളയാണ് 2 എക്സാമ്പിൾ. അന്നേരം പ്ലാറ്റി ഹെൽമിന്തസിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടുള്ള, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതാണ്ടിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇനി അടുത്തത് സീലോമിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീലോമിക് ക്യാവിറ്റി കാണത്തില്ല. സീലോമിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേ കണക്ക് തന്നെ നമ്മൾ പഠിക്കേണ്ടുള്ള പ്രത്യേകതയാണ് ഹുക്ക് ആൻഡ് സക്കേഴ്സ് കാണപ്പെടുന്നത്. ഹുക്ക് ആൻഡ് സക്കേഴ്സ് ന്യൂട്രീഷന് വേണ്ടി കാണപ്പെടുന്ന, അല്ലെങ്കിൽ പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷന് വേണ്ടി കാണപ്പെടുന്ന ഒരു ജീവിയാണ് പ്ലാറ്റി ഹെൽമിന്തസ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലെയിം സെൽസ്. ഫ്ലെയിം സെൽസ് ഏത് ജീവിയിലാണ് കാണപ്പെടുന്നത്? അന്നേരം ഇനിയുള്ള ഫൈലങ്ങളിലുള്ള എക്സ്ക്രീഷനും വേറെ ടൈപ്പിലുള്ള എക്സ്ക്രീഷനും കൂടി ചോദിക്കും. ആ ജീവികളിലൊക്കെ വേറെ സെൽസ് ആയിരിക്കും സഹായിക്കുന്നത്. അന്നേരം ഇവിടെ സഹായിക്കുന്നത്, എക്സ്ക്രീഷന് വേണ്ടി സഹായിക്കുന്ന സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലെയിം സെൽസ്. എക്സ്ക്രീഷന് വേണ്ടി പ്ലാറ്റി ഹെൽമിന്തസിൽ കാണപ്പെടുന്ന സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലെയിം സെൽസ്. റീജനറേഷൻ കപ്പാസിറ്റി